നമസ്കാരം. തദ്ദേശ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ത്രിപുരയെ മൊത്തത്തിൽ അങ്ങ് തൂത്തുവാരി എടുത്തിരിക്കുകയാണ്. ത്രിപുരയും എന്ത് വില കൊടുത്തും ഇടതുപക്ഷം ത്രിപുര പിടിച്ചടക്കുമെന്ന് ഇടതുപക്ഷം പറയുകയുണ്ടായി. എന്നാൽ മോദിയുടെ ചക്രവ്യൂഹത്തിൽ ത്രിപുരയിൽ ഇടതുപക്ഷ കോട്ടകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ത്രിപുരയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ സീതാറാം യെച്ചൂരിയുടെ തന്ത്രങ്ങൾ അവിടെ ഫലിച്ചില്ല. ത്രിപുരയിൽ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള 70% സീറ്റുകളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തന്നെ വിജയിച്ചു. ആകെയുള്ള 6889 സീറ്റുകളിൽ ബി.ജെ.പി. 4805 സീറ്റുകൾ എതിരില്ലാതെ നേടിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സെക്രട്ടറി അസിത് ദാസ് വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്തുകളിൽ ആകെയുള്ള 6370 സീറ്റുകളിൽ 4550 എണ്ണത്തിൽ ബി.ജെ.പി. എതിരില്ലാതെ വിജയിച്ചു. കോൺഗ്രസ് പൂർണ്ണമായും അടിയറവ് പറഞ്ഞിരിക്കുകയാണ് ത്രിപുരയിൽ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം ബി.ജെ.പിയുടെ വൻ വിജയത്തിന് തുണയായി എന്ന് വേണം പറയാൻ. ത്രിപുരയിൽ ബി.ജെ.പിയുടെ തീരുമാനങ്ങൾ വലിയ രീതിയിൽ തന്നെ ബി.ജെ.പിക്ക് തന്നെ ഗുണം ചെയ്തു. അവർ പയറ്റിയ തന്ത്രങ്ങളും അവർ കൊണ്ടുവന്ന ഓരോ വികസനവും ത്രിപുരയ്ക്ക് ഗുണകരമായി. അവിടെ വോട്ട് വിജയിക്കുന്നതിൽ ബി.ജെ.പിക്ക് തന്നെ ഗുണകരമായി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വോട്ടെടുപ്പ് നടക്കുന്ന 1819 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളിൽ ബി.ജെ.പിക്ക് 1809 സീറ്റുകളിലും CPIM 1222 സീറ്റുകളിലും കോൺഗ്രസ് 731 സീറ്റുകളിലും സ്ഥാനാർത്ഥികളുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സെക്രട്ടറി അജിത് കുമാർ ദാസ് പറഞ്ഞിരുന്നു. ബി.ജെ.പി. സഖ്യകക്ഷിയായ തിപ്രാമോദ 138 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 116 ജില്ലാ പരിഷത്ത് സീറ്റുകളിൽ 20 സീറ്റുകളിൽ ബി.ജെ.പിക്ക് എതിരില്ല. 96 ജില്ലാ പരിഷത്ത് സീറ്റുകളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ യഥാക്രമം 81,076 സീറ്റുകളിൽ CPM കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. സ്ഥാനാർത്ഥികളെ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ 22-ാം തീയതിയായിരുന്നു. ഓഗസ്റ്റ് 8-നാണ് അവിടെ വോട്ടെടുപ്പ് നടന്നത്. തികച്ചും സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ത്രിപുരയിൽ വോട്ടെടുപ്പ് നടന്നത്. ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായെങ്കിലും വലിയ തോതിൽ ഒരു ആക്രമണമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ 96% സീറ്റുകളും ബി.ജെ.പി. നേടുകയുണ്ടായി. ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് കോൺഗ്രസ് നിലനിൽക്കുന്നുവെന്ന് തോന്നലുണ്ടാക്കുന്നത്. വോട്ടുകൾ എണ്ണിയപ്പോൾ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മേൽക്കൈയുള്ളത്. ബാക്കി എല്ലായിടത്തും കോൺഗ്രസ് കളത്തിൽ പോലുമില്ല. ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പി. 5154 സീറ്റുകളിലും വിജയം കൊയ്തപ്പോൾ കോൺഗ്രസിന് 62 സീറ്റുകളും NDAയുടെ ഭാഗമായ തപ്രയ്ക്ക് 95 സീറ്റുകളുമാണ് കിട്ടിയത്. ഇന്ത്യ മുന്നണി ആകെ 11 സീറ്റുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ത്രിപുരയിൽ ജനം ബി.ജെ.പിയെ കൈവെള്ളയിലാക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെ അടുപ്പിക്കാതെയും CPM-നെ കടക്ക് പുറത്ത് എന്ന രീതിയിലേക്ക്, അതായത് ത്രിപുരയുടെ മണ്ണിൽ CPM-ന് കാലുകുത്താൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരെയാണ് എത്തുന്നത്. അതായത് ത്രിപുരയിൽ മൊത്തത്തിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ, രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ത്രിപുരയിൽ കൊണ്ടുവന്ന വൻകിട മാറ്റങ്ങൾ, അതുപോലെ തന്നെ ത്രിപുര ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ബി.ജെ.പി. കൊണ്ടുവന്നതാണ് ബി.ജെ.പിക്ക് അവിടെ വലിയ തോതിൽ ഒരു നേട്ടമായി മാറാനുള്ള കാരണമെന്ന് എടുത്തു പറയേണ്ടതാണ്.